ദൈവത്തിന് സ്തോത്രം. ഈ നല്ല ദിവസത്തിനായിട്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും കർത്താവിൻ്റെ നാമത്തെ നന്ദിയോടെ ആരാധിക്കുകയും ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ ദൈവമക്കളും എല്ലാ ക്രിസ്ത്യാനികളും ഈ ദിവസത്തിനൊരു പ്രത്യേക പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മൾ ഒരു പ്രത്യേക സമയത്തിലാണ് നമ്മളായിരിക്കുന്ന ഈ ലോക്ക്ഡൗൺ പീരീഡിൽ. എങ്കിലും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം തരുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഈ ദുഃഖവെള്ളി എന്ന മലയാളം പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഗുഡ് ഫ്രൈഡേ എന്നാണ് ഇംഗ്ലീഷ് പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് തീർച്ചയായും കർത്താവ് നമുക്ക് വേണ്ടി ഇതുപോലൊരു ദിവസം, ഈ ദിവസം എന്നുള്ളതിനേക്കാളപ്പുറം ദൈവത്തിൻ്റെ വചനം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇതുപോലൊരു ദിവസം കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചു. അവിടുത്തെ രക്തത്താൽ നമുക്കൊരു വീണ്ടെടുപ്പ് തരുവാൻ യേശു നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചു എന്ന യാഥാർത്ഥ്യത്തെ ലോകം ഓർമ്മിക്കുന്ന ഒരു പ്രത്യേക ദിവസമാണല്ലോ ഇത്. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ഹൃദയത്തിന് വലിയ വെളിച്ചമായി തീരട്ടെ എന്ന് ഞാൻ ദൈവത്തിൽ ആഗ്രഹിക്കുന്നു. ഇന്ന് രാവിലെ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തോട് പ്രകാശിപ്പിച്ച, ഈ ദിവസത്തോടുള്ള ബന്ധത്തിൽ പ്രകാശിപ്പിച്ച വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. എന്നെ അനുഗമിക്കുവാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെ 14-ാം അധ്യായം 27-ാം വാക്യം പറയുന്നു, തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ആർക്കാണ് കർത്താവിൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുന്നത്? അല്ലെങ്കിൽ ഈ ക്രൂശിലെ മരണത്തോടുള്ള ബന്ധത്തിൽ ദൈവം നമുക്ക് തന്ന വിലയേറിയ ചില പദവികളുണ്ട്. അവൻ്റെ മക്കളായിരിക്കുക, അവൻ്റെ ശിഷ്യന്മാരായിരിക്കുക, വിലയേറിയ പദവികളാണ് ദൈവം നമുക്ക് തന്നത്. ഇല്ല, ദൈവത്തിൻ്റെ വചനം പറയുകയാണ് ആർക്കാണ് അവൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുന്നത്, ആർക്കാണ് യഥാർത്ഥത്തിൽ അവൻ്റെ അനുഗാമിയാകാൻ കഴിയുന്നത്. വചനം ആവശ്യപ്പെടുന്നത്, എന്നെ അനുഗമിക്കുവാൻ ഒരുത്തൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെത്താൻ ത്യജിക്കണം. തന്നെത്താൻ ത്യജിച്ചുകൊണ്ട് തൻ്റെ ക്രൂശ് എടുത്ത് നാൾതോറും എന്നെ അനുഗമിക്കട്ടെ. എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ താല്പര്യങ്ങൾ, എൻ്റേതായിട്ടുള്ളതെല്ലാം. എന്നാൽ ദൈവവചനത്തിൻ്റെ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളെ മാറ്റിവെക്കാൻ, ത്യജിക്കാൻ, അതിനെ നീക്കിക്കളയാൻ ഞാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആ തയ്യാറാകുമ്പോൾ ഞാൻ സമർപ്പിക്കപ്പെടുന്ന എൻ്റെ സമർപ്പണങ്ങളോടുകൂടെ എനിക്ക് അവനെ അനുഗമിക്കുവാനായിട്ട് കഴിയും. എൻ്റെ പിന്നാലെ തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ നമുക്ക് ദൈവം തന്ന അനുഭവങ്ങളോടുകൂടെ അവനെ അനുഗമിക്കുക. ദൈവം നമുക്ക് തന്ന അനുഭവങ്ങളോടുകൂടെ, എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം സാഹചര്യങ്ങളാണോ ദൈവം തന്നത്, ആ സാഹചര്യങ്ങളോടുകൂടെ യേശുവിനെ ആരാധിക്കുക, അവനെ അനുഗമിക്കുക. അങ്ങനെ ചെയ്യുന്നവന് കർത്താവിൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, കർത്താവ് കാൽവറിയിലേക്ക് ഈ കുരിശുമായി കടന്നു പോകുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 32-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരാളാണ് കുറേനക്കാരനായ ശിമോൻ. അവന് എന്താ ചെയ്തത്? ആ കുറേനക്കാരനായ ശിമോൻ ആ വഴിയാത്രയിൽ ഇടയിൽ വെച്ച് യേശു ക്രൂശുമായിട്ട് കടന്നു പോകുമ്പോൾ ശിമോനെ കാണുന്നു. എന്നാൽ നമ്മളവിടെ വായിക്കുന്നത്, പടയാളികൾ അവനെ ക്രൂശ് എടുക്കുവാൻ നിർബന്ധിച്ചു. സ്വന്തം ഇഷ്ടത്താലല്ല ശിമോൻ ആ ക്രൂശ് വഹിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. പടയാളികൾ അവനെ നിർബന്ധിക്കുകയായിരുന്നു ആ ക്രൂശ് എടുക്കാൻ. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, അവന് ഒരിക്കലും ഒരു ഇഷ്ടമുണ്ടായിരുന്നില്ല, താല്പര്യമുണ്ടായിരുന്നില്ല ക്രൂശ് വഹിക്കാൻ. കാരണം ക്രൂശ് ഒരു ശാപത്തിൻ്റെ അടയാളമാണ്. അന്നത്തെ റോമ ഗവൺമെൻറ്റിൻ്റെ അനുവദിക്കപ്പെടുന്ന അതിൽ വെച്ച് ഏറ്റവും പരമാവധിയായിട്ടുള്ള ഒരു ശിക്ഷയാണ് ക്രൂശിലെ മരണം. ഏറ്റവും കൊടും ക്രൂരവാളികളായ കുറ്റവാളികൾക്ക് കൊടുക്കുന്ന ഒരു ശിക്ഷയാണ്. ഒരുപക്ഷെ ആ അറിവെല്ലാം ശിമോൻ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം അവൻ ആ ക്രൂശ് എടുക്കാനായിട്ട് വലിയ താല്പര്യം കാണിച്ചില്ല. നമ്മൾ വായിക്കുന്നു, അവനെ ക്രൂശ് എടുക്കുവാൻ നിർബന്ധിക്കുകയായിരുന്നു. ഒരു മറുഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഒരു 300 പൗണ്ടോളം ഭാരമുള്ള, അത്രയും ഭാരം ആ ക്രൂശിനുണ്ടായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വയലിലെ ജോലി കഴിഞ്ഞ് വരുന്ന ആ ശിമോൻ അത്രയും ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട്
പിന്നെയും നടക്കുക. അങ്ങനെ ധാരാളം ചിന്തകൾ ആ ഒരു നിമിഷം കൊണ്ട് അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി കാണണം. അതുകൊണ്ട് തന്നെ അവൻ ആ ക്രൂശ് എടുക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പടയാളികൾ അവനെ നിർബന്ധിക്കുകയാൽ അവൻ ആ ക്രൂശ് എടുക്കുകയായിരുന്നു. എന്നാൽ ഈ നമ്മൾ വായിച്ച വചനത്തിലൂടെ ചേർത്ത് പഠിക്കുമ്പോൾ അവൻ്റെ ഇഷ്ടങ്ങളെ, അവൻ്റെ താല്പര്യങ്ങളെയും അവൻ്റെ തീരുമാനങ്ങളെയെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ആ ക്രൂശ് ശീമോൻ എടുക്കുവാനായിട്ട് നിർബന്ധിക്കപ്പെടുന്നത്. നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ ആ ക്രൂശ് ചുമന്ന ശീമോൻ്റെ തലമുറകളെ ദൈവം അനുഗ്രഹിച്ചതായിട്ട് നമ്മൾ ചരിത്രത്തിലൂടെയും ദൈവവചനത്തിലൂടെയും മനസ്സിലാക്കാനായിട്ട് കഴിയുകയാണ്. എന്നാൽ ഇത് നമ്മളോട് തരുന്ന സന്ദേശം എന്താണ്? ക്രൂശ് എടുക്കാതെ ഒരിക്കലും യേശുവിൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അഥവാ യേശുവിൻ്റെ ശിഷ്യനായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, യേശുവിനെ അനുഗമിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഞാൻ എന്നെ തന്നെ ത്യജിച്ച് യേശുവിൻ്റെ ഇഷ്ടങ്ങൾക്കും യേശുവിൻ്റെ താല്പര്യങ്ങൾക്കും കർത്താവിനോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളെയും അനുസരിക്കാൻ തയ്യാറുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അവൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുള്ളൂ. അഥവാ നാം തയ്യാറായെങ്കിൽ മാത്രമേ യേശുവിൻ്റെ ശിഷ്യനായിരിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. ക്രൂശിൽ നടന്ന ചില പ്രധാനപ്പെട്ട വിടുതലുകളുണ്ട് എന്ന് നാം മനസ്സിലാക്കുകയാണ്. ക്രൂശിൽ നടന്ന ചില പ്രധാനപ്പെട്ട വിടുതലുകൾ മത്തായി സുവിശേഷം 27-ാം അധ്യായം 33-34 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോൽഥ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവന് കയ്പ് കലക്കിയ വീഞ്ഞ് കുടിക്കുവാൻ കൊടുത്തു. അത് രുചി നോക്കിയപ്പോൾ അവന് കുടിക്കുവാൻ മനസ്സായില്ല. ആ ക്രൂശ് ചുമന്നുകൊണ്ട് ഗോൽഗോൽഥായിൽ എത്തിക്കഴിഞ്ഞപ്പോൾ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കയ്പ് കലക്കിയ വീഞ്ഞ് അവന് കുടിക്കുവാൻ കൊടുത്തു. അത് രുചിച്ചു നോക്കിയപ്പോൾ അത് അവന് കുടിക്കുവാൻ മനസ്സായില്ല. എന്നാൽ ഇതിൻ്റെ പിന്നിലെ ചരിത്രം എന്താണ്? യേശുവിൻ്റെ കാലത്ത് ക്രൂശിക്കപ്പെടുന്നവർക്ക് ഏറ്റവും ക്രൂരമായ ശിക്ഷയാണ് ക്രൂശിലെ മരണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ വേദനകളുടെ ആഴങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അവിടെ ജീവിച്ചിരുന്ന, അന്ന് ചുറ്റുപാടുകളുണ്ടായിരുന്ന സ്ത്രീകൾ ഈ ക്രൂശിൽ തറയ്ക്കപ്പെടുന്നവരോടുള്ള കരുണ നിമിത്തം ഈ കയ്പ് കലക്കിയ ഈ വീഞ്ഞ് കുടിക്കുവാൻ കൊടുത്തിരുന്നു. ഇത് ഒരു പ്രത്യേക മൃഗത്തിൻ്റെ സ്രവത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന, അന്നത്തെ കാലത്ത് ഒരു പെയിൻ കില്ലർ പോലെ ഉപയോഗിച്ചിരുന്ന ഒന്നാണെന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ കയ്പുള്ള ഈ മരുന്ന്, ഈ വീഞ്ഞ്, കയ്പുള്ള ഈ വെള്ളം കുടിക്കുവാൻ യേശു മനസ്സ് കാണിക്കാത്തത്, അതിൻ്റെ പിന്നിൽ വചനത്തിൻ്റെ ചില യാഥാർത്ഥ്യങ്ങളുണ്ടെന്ന് നാം തിരിച്ചറിയുന്നു. ഇത് കുടിക്കുവാൻ കഴിയത്തില്ല ആർക്കും. എന്നാൽ അത് കുടിക്കുവാനുള്ളൊരു മനസ്സ് ഉണ്ടാകേണ്ടതിന് വേണ്ടിയാണ് വീഞ്ഞോടുകൂടി അത് കലക്കി കൊടുക്കുന്നത്. അപ്പോൾ വീഞ്ഞിൻ്റെതായ അല്പം മധുരവും കൂടെ ചേർത്ത് ആ വേദനയിൽ അവർ കുടിച്ചിറക്കുമ്പോൾ അതൊരു ശരീരത്തിലെ മുഴുവേദനകളെയും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഒരു പെയിൻ കില്ലർ പോലെ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നു. എന്നാൽ യേശു എന്തുകൊണ്ട് അത് കുടിച്ചില്ല എന്ന് നാം തിരിച്ചറിയണം. കർത്താവ് എന്തുകൊണ്ടാണ് അത് കുടിക്കാത്തത്? അവൻ വേദന അറിയാതെ അല്ല നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത്. യേശു നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിക്കുമ്പോൾ മുഴുവേദനയും സഹിച്ചുകൊണ്ട്, മുഴുവേദനയും അറിഞ്ഞുകൊണ്ട്, ഉച്ചം തല മുതൽ ഉള്ളംകാൽ വരെ ശരീരത്തിലെ മുഴുവേദനകളും അനുഭവിച്ചുകൊണ്ടാണ് യേശു നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ ആ വീഞ്ഞു കുടിക്കുവാൻ മനസ്സ് കാണിക്കാതിരുന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മുടെ സമാധാനത്തിൻ്റെ ശിക്ഷ അവൻ്റെ മേലായി, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അപ്പോൾ കർത്താവ് കാൽവറിയിൽ വെച്ച് ആ വീഞ്ഞ് കുടിക്കുവാൻ താല്പര്യം കാണിക്കാത്തത് ദൈവത്തിൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം, യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് നിവർത്തീകരണം വരേണ്ടതിന്, നമ്മുടെ മുഴുവേദനകളെ ചുമന്നുകൊണ്ട്, അത് തിരിച്ചറിഞ്ഞുകൊണ്ട്, അത് സഹിച്ചുകൊണ്ട് തന്നെയാണ് യേശു നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചത്. അത് നമ്മോട് വിളിച്ചു പറയുന്നൊരു സന്ദേശമുണ്ട്. അവൻ അവൻ്റെ വേദനയേക്കാൾ വലുതായി കണ്ടത് നമ്മുടെ വേദനയാണ്. ക്രൂശിൽ വെച്ച് യേശുവിന് വേണമെങ്കിൽ ആ വീഞ്ഞ് കുടിക്കുക വഴി അവൻ്റെ വേദനകളെ അവന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം പ്രാണനെ വിടാമായിരുന്നു. പക്ഷേ നമ്മുടെ വേദനകളെ ഓർത്തപ്പോൾ അവൻ്റെ വേദനകളെ അവൻ ഒന്നും അല്ലാതായി കണ്ടു. നമ്മുടെ വേദനകളെ അവൻ ഏറ്റെടുക്കുകയായിരുന്നു. ഈ വചനം നമ്മോട്, ഈ വചനത്തിലൂടെ നമ്മൾ പഠിച്ചു വരുമ്പോൾ മനസ്സിലാക്കുന്നത്, ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 62-ാം വാക്യം,
കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവത്തിൻ്റെ രാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. അപ്പോൾ കർത്താവ് എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? പാപികളെ രക്ഷിക്കുവാൻ. പാപികളെ രക്ഷിക്കുവാൻ അവൻ വീണ്ടെടുപ്പിൻ്റെ വില കൊടുത്തുകൊണ്ട് പാപികളെ രക്ഷിച്ചു. കാൽവറിയിൽ അവൻ്റെ രക്തം നമുക്ക് വേണ്ടി, മുഴു രക്തവും നമുക്ക് വേണ്ടി തന്ന് നമ്മളെ രക്ഷിച്ചു. അപ്പോൾ ആ പൂർത്തീകരണം, രക്ഷാദൗത്യം, ആ പൂർത്തീകരണം നടക്കണമെങ്കിൽ അവൻ എന്തിനു വേണ്ടി ഇറങ്ങി വന്നുവോ അതിൻ്റെ പൂർത്തീകരണം അതിൻ്റെ മുഴു അളവോടും കൂടെ നടക്കണം. അടിയനെ അയക്കണമേ എന്ന ദൈവശബ്ദത്തോടുകൂടി സമർപ്പിക്കപ്പെട്ടവനായി ഇറങ്ങി വരുമ്പോൾ അവൻ ഇറങ്ങി വന്നത് എന്തിനു വേണ്ടിയോ അത് അവൻ പൂർത്തീകരിക്കുകയായിരുന്നു. ഈ വചനം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന തിരിച്ചറിവ് ആ വചനത്തിലൂടെ യേശു മനസ്സിലാക്കി. അവൻ്റെ വേദനകളെ മറന്ന് നമ്മുടെ വേദനകളെ ഓർത്തെടുത്ത് അവൻ ആ വേദന സഹിക്കുവാൻ തയ്യാറായി. കാരണം അവൻ എന്തിനു വേണ്ടി ഇറങ്ങി വന്നുവോ അതവന് പൂർത്തീകരിക്കണമായിരുന്നു. കാൽവറിയിൽ നടന്ന രണ്ടാമത്തെ കാര്യം, അവൻ നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. മത്തായി സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം പറയുന്നു, അവനെ ക്രൂശിൽ തറച്ച ശേഷം അവർ ചീട്ടിട്ട് അവൻ്റെ വസ്ത്രം പകുത്തെടുത്തു. അവന് ക്രൂശിലെ മരണം ഒരു ശാപത്തിൻ്റെ മരണമാണ്. അതിന് പിന്നിലെ ചരിത്രം പറയുന്നത്, പേർഷ്യക്കാരുടെ ഇടയിൽ ഏകദേശം BC 300-400 കാലഘട്ടങ്ങളിൽ അവർ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ശിക്ഷാ നടപടിയാണ് ക്രൂശിലെ മരണം, ക്രൂശിക്കുക എന്നുള്ളത്. എന്നത് പിൽക്കാലത്ത് അത് റോമാക്കാർ അത് ഏറ്റെടുക്കുമ്പോൾ റോമാക്കാർ ചെയ്തത്, രാജ്യത്തിലെ കൊടും കുറ്റവാളികൾക്ക് കൊടുക്കുവാനുള്ള പരമാവധി ശിക്ഷയായി ക്രൂശിലെ മരണത്തെ അവർ അങ്ങനെ ആ തീരുമാനമെടുത്തു. അപ്പോൾ യേശുവിന് കിട്ടിയ ആ ക്രൂശിലെ മരണത്തെ നമ്മൾ എന്തായിട്ടാണ് കാണുന്നത്? ഒരു രാജ്യത്തിലെ ഏറ്റവും കൊടും ക്രൂരനായൊരു കുറ്റവാളിക്ക് കൊടുക്കുന്ന ഒരു മരണമാണ് ക്രൂശിലെ മരണമെങ്കിൽ, നമ്മുടെ കർത്താവ് പാപൻ അവൻ അറിയാത്തവനായിരിക്കെ നമുക്ക് വേണ്ടി പാപമായി മുഴു ശാപത്തോടുകൂടി അവനെ അതിനെ ഏറ്റെടുത്ത് അവൻ നമുക്ക് വേണ്ടി ശാപമായി. എന്തിനെന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ ആ പ്രവർത്തികളിലൂടെ എല്ലാം കടന്നു പോവുകയായിരുന്നു. ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നമുക്കറിയാം, മരത്തിൽ മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് വചനം പറയുന്നു. അപ്പോൾ എന്താ കർത്താവ് യഥാർത്ഥത്തിൽ ക്രൂശ് മരണത്തിലൂടെ വഹിച്ചത്? അവൻ നമുക്ക് വേണ്ടി ശാപമായി തീരുകയായിരുന്നു. ന്യായപ്രമാണം എഴുതിയ പിതാവാൻ ദൈവം, ആ പിതാവാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ നിവർത്തീകരണം യേശുവിൽ സംഭവിക്കുകയാണ്. ക്രൂശിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കെ യേശു നമുക്ക് വേണ്ടത് അറിഞ്ഞുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി ശാപമായി തീരുകയായിരുന്നു. എന്തിനെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, നമ്മുടെ എല്ലാവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ ആ ശിക്ഷാ നടപടി ഏറ്റെടുക്കുകയായിരുന്നു, ആ ശാപം ഏറ്റെടുക്കുകയായിരുന്നു. ഈ ക്രൂശിലെ വേദന സഹിച്ച് മരിക്കുന്ന ഒരു വ്യക്തി, അവനെ പെട്ടെന്നുള്ളൊരു മരണമല്ല സംഭവിക്കുന്നത്, വളരെ സാവകാശമുള്ള മരണമാണ് സംഭവിക്കുന്നത്. അത് സാവകാശമുള്ള മരണമെന്ന് മാത്രമല്ല, അതൊരു വേദനാജനകമായ മരണവും കൂടെയാണ്. പ്രത്യേകിച്ച് ചമ്മട്ടി കൊണ്ടുള്ള അടി, മറ്റ് ശിക്ഷാ നടപടികളിലൂടെ എല്ലാം കടന്നുപോയി രക്തം മാറുന്ന നിർജ്ജലീകരണം സംഭവിക്കുന്ന ഒരു മരണമാണ് ക്രൂശിൽ സംഭവിക്കുക. വളരെ സാവധാനം നടക്കുന്ന ഒരു മരണമാണ്, വളരെ സമയമെടുത്ത് വളരെ സാവധാനം നടക്കുന്ന ഒരു മരണം, പെട്ടെന്ന് നടക്കുന്ന ഒരു മരണമല്ല. ഇന്നത്തെ കാലത്തെ ശിക്ഷാ നടപടികൾ തൂക്കിക്കൊല്ലുന്നു, ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അവൻ്റെ മരണം സംഭവിക്കുകയാണ്. എന്നാൽ ക്രൂശിലെ മരണം അങ്ങനെ ആയിരുന്നില്ല, വളരെ സാവധാനമാണ് ആ മരണം സംഭവിക്കുന്നത്. ഒരു മറുചിന്ത പറഞ്ഞാൽ, ക്രൂശിക്കപ്പെടുന്ന വ്യക്തി അവൻ പൂർണ്ണമായും നഗ്നനാക്കപ്പെട്ട വ്യക്തിയായിരിക്കും. അവൻ്റെ വസ്ത്രം അവർ ചീട്ടിട്ടു പകുത്തെടുത്തു എന്ന് വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പരമാവധി ശിക്ഷയാണ്. അതൊരു സാധാരണ കുറ്റവാളിക്ക് കൊടുക്കുന്ന ശിക്ഷയല്ല, ഏറ്റവും ക്രൂരനായ കുറ്റവാളിക്ക്. അപ്പോൾ ക്രൂരനായ കുറ്റവാളിയെ സമൂഹത്തിൻ്റെ മുമ്പിൽ ഏറ്റവും താഴ്ത്തി കാണിക്കാനായിട്ട് എന്ത് നടപടികളിലൂടെ അവർ കടന്നു പോകും. അതുകൊണ്ട് അവർ അവൻ്റെ വസ്ത്രത്തെ പകുത്തെടുക്കുമ്പോൾ അവൻ നഗ്നനായി നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുകയായിരുന്നു. ആ വളരെ സമൂഹത്തിൽ വലിയ പ്രവൃത്തികൾ ചെയ്ത് എല്ലാവരുടെ ആശ്വാസകനായിരുന്ന ഒരു മനുഷ്യൻ ഇതാ നമുക്ക് വേണ്ടി കാൽവറിയിൽ
അവൻ നഗ്നനായി നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുകയാണ്. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യുമ്പോൾ ആ വ്യക്തി സ്വാഭാവികമായും അവൻ എത്ര ക്രൂരനായ വ്യക്തിയാണെങ്കിലും അവൻ്റെ അഭിമാനത്തിനൊരു കേട് സംഭവിക്കും. അവൻ്റെ അഭിമാനത്തിന് വലിയ ക്ഷതമേൽക്കും. അതിലൂടെ എല്ലാം നമ്മുടെ കർത്താവ് കടന്നു പോവുകയായിരുന്നു. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നമ്മളെങ്ങനെയാണ് വായിക്കുന്നത്? അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൻ നമ്മുടെ ശിക്ഷകളെയും വേദനകളെയും ശാപങ്ങളെയും ഏറ്റുകൊടുത്തുകൊണ്ട് യേശു കാൽവറിയിൽ നമുക്ക് വേണ്ടി മരിക്കുകയായിരുന്നു. മൂന്നാമത് കാൽവറിയിൽ നടന്നത് യേശു നമുക്ക് വേണ്ടി നിന്ദിക്കപ്പെടുകയായിരുന്നു. നമ്മൾ വായിച്ച വാക്യം തന്നെ, നമ്മളെ 35-ാം വാക്യം, ക്രൂശിൽ തറച്ച ശേഷം അവർ ചീട്ടിട്ട് അവൻ്റെ വസ്ത്രം പകുത്തെടുത്തു. ക്രൂശിക്കപ്പെടുന്നവൻ, ഞാൻ നേരത്തെ പറഞ്ഞു, ക്രൂശിക്കപ്പെടുന്ന ആൾ ഒരു സാധാരണ കുറ്റവാളിയല്ല, പരമാവധി ശിക്ഷ കൊടുക്കപ്പെടേണ്ട വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ താഴ്ത്തി കാണിക്കാനുള്ള എല്ലാ കാര്യാദികളിലൂടെ അവർ കടന്നു പോകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. വസ്ത്രം പകുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അന്ന് റോമ പടയാളികളുടെ ഇടയിൽ നിലനിന്ന ഒരു ആചാരം പോലെയായിരുന്നു വസ്ത്രം പകുത്തെടുക്കുക. ക്രൂശി തറയ്ക്കപ്പെടുന്ന വ്യക്തികളുടെ വസ്ത്രം പകുത്തെടുക്കുക, അതിനെ പങ്കിട്ടെടുക്കുക. അപ്പോൾ ഞാൻ എത്ര അധികം ആൾക്കാരെ ക്രൂശിൽ കൊന്നിട്ടുണ്ടോ അതിൻ്റെ എല്ലാം വസ്ത്രത്തിൻ്റെ ഒരു പങ്ക് എൻ്റെ ഒരു റെപ്യൂട്ടേഷൻ, ഒരു അംഗീകാരം പോലെ ആണ് അവർ കണക്കാക്കിയിരുന്നത്. നോക്കൂ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, സങ്കീർത്തനം 22-ന്റെ 18-ാം വാക്യത്തിൽ, പ്രവാചകന്മാർ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അരുളി ചെയ്ത ദൈവത്തിൻ്റെ വചനം നിവർത്തിക്കുകയായിരുന്നു. നമ്മൾ വായിക്കുമ്പോൾ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആ വചനത്തിൻ്റെ നിവർത്തീകരണം കാൽവറിയിൽ വന്നു എന്ന് വേണം നാം മനസ്സിലാക്കാൻ. 22-ന്റെ 18 പറയുന്നു, അവർ എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. നോക്കൂ, യേശു കാൽവറിയിൽ മരിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വയ്ക്കപ്പെട്ട ദൈവത്തിൻ്റെ പ്രവചനമാണത്. അത് കാൽവറിയിൽ നടക്കുകയായിരുന്നു. മത്തായി സുവിശേഷം 27-ാം അധ്യായം 27-ാം അധ്യായം 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ ഏറ്റവും നിന്ദിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. അവനെ ക്രൂശിന്മേൽ തറച്ചത് 2 കള്ളന്മാരുടെ നടുവിലാണ്. ആ 2 കള്ളന്മാരെന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് ഏറ്റവും കൊടും ക്രൂരരായ കുറ്റവാളികളാണ്. അവർക്ക് സ്വാഭാവികമായും അവർക്ക് കിട്ടേണ്ട ഒരു ശിക്ഷാവിധിയാണ്. അവരുടെ തലമേൽ അവർ ചെയ്ത ശിക്ഷകൾ എഴുതി വയ്ക്കും, അവർ ചെയ്ത കുറ്റങ്ങൾ എഴുതി വയ്ക്കും. അപ്പോൾ അങ്ങനെ കുറ്റം ചെയ്തവരുടെ നടുവിൽ യേശുവിനെ ക്രൂശിക്കുക എന്ന വഴി എന്താണ് ഉദ്ദേശിച്ചത്? എത്രയും പരിഹാസപാത്രമാക്കാൻ കഴിയും അത്രയും പരിഹാസപാത്രമായി യേശുവിനെ സമൂഹത്തിൽ ചിത്രീകരിച്ച് കാണിക്കുക എന്നാണ് അവർ ഉദ്ദേശിച്ചത്. എന്നാൽ ഇത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു നിവർത്തീകരണമാണ്. യെശയ്യാ പ്രവചനം 53-ന്റെ 12 നമ്മളിങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോടുകൂടി അവൻ കൊള്ള പങ്കിടും, അവൻ തൻ്റെ പ്രാണനെ മരണത്തിൽ ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപ വഹിച്ചുകൊണ്ട് അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നുകൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ. അതിക്രമക്കാരോടുകൂടെ അവന് എണ്ണപ്പെട്ടു. അപ്പോൾ ക്രൂശിൽ കിടക്കുന്ന ഒരാള് അതിക്രമക്കാരനാണ്. അവൻ ആ രാജ്യത്തിൽ ഏറ്റവും കൊടും ക്രൂരമായ എന്തോ ഒരു തെറ്റ് ചെയ്തവനാണ്. യേശു ക്രൂശിന്മേൽ അവനെ തറയ്ക്കുമ്പോൾ അവർ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ കാര്യം അതുതന്നെയാണ്. ഈ രാജ്യത്തിൽ വെച്ച് ഏറ്റവും ക്രൂരമായൊരു കുറ്റം ഇയാൾ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഇയാൾക്ക് ഈ ശിക്ഷാ നടപടി. ദൈവത്തിൻ്റെ വചനം പ്രവാചകൻ യെശയ്യാ പ്രവചനം അരുളി ചെയ്തു, അവൻ അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടും. ഇതാ വചനം നിവർത്തീകരിക്കപ്പെടുകയാണ് ഇവിടെ. 4-ാമത്തെ കാര്യം, യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുമ്പോൾ ഒരു സാധാരണ ഒരു നിവർത്തീകരണമല്ല അവിടെ സംഭവിക്കുന്നത്. നമുക്ക് ആ ക്രൂശിലെ ചില മിനിറ്റുകളിലൂടെ കടന്നുപോയാൽ കർത്താവ് നമുക്ക് വേണ്ടി വില കൊടുത്ത് നിവർത്തിക്കുകയായിരുന്നു. 27-ാം അധ്യായം തന്നെ 39-40 വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. 27-ാം അധ്യായത്തിൻ്റെ 39-40,
കടന്നു പോകുന്നവർ തലകുലുക്കി അവനെ ദുഷിച്ചു. മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്കുക, ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞു. നോക്കൂ, യേശു ക്രൂശിന്മേൽ കിടക്കുമ്പോൾ അതുവഴി പോകുന്നവരെല്ലാം അവനെ നോക്കി പരിഹസിക്കുകയാണ്. മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ, മൂപ്പന്മാർ, ഇങ്ങനെ മറ്റുള്ള എല്ലാവരും അതുവഴി കടന്നു പോകുന്നവരെല്ലാം യേശുവിനെ പരിഹസിക്കുകയാണ്. ഇവൻ എന്താ പ്രസംഗിച്ചത്? ഈ മന്ദിരത്തെ പൊളിക്ക് ഞാൻ 3 നാൾ കൊണ്ട് പണിയുമെന്ന് ഇവൻ പറഞ്ഞില്ലേ? ഇവൻ ദൈവപുത്രനെങ്കിൽ അവൻ തന്നെ രക്ഷിക്കട്ടെ. നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ, ദൈവപ്രസാദമുണ്ടെങ്കിൽ ഇറങ്ങി വാ. കർത്താവ് ആ പരിഹാസങ്ങൾ മുഴുവൻ യേശു കേൾക്കുകയാണ്. നീ ദൈവപുത്രനെങ്കിൽ, അത് വളരെ തെളിയിക്കപ്പെടേണ്ട ഒരു സമയമാണെന്ന് നമുക്ക് തോന്നും. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങൾ പഠിച്ചാൽ യേശുവിൻ്റെ മൗനം ചില ദൈവപ്രവൃത്തികളുടെ നിവർത്തീകരണങ്ങൾ സംഭവിക്കേണ്ടതിന് വേണ്ടി യേശു നമുക്ക് വേണ്ടി മൗനം പാലിക്കുകയായിരുന്നു. അവൻ എന്തിനു വേണ്ടിയാണ് ആ മൗനം പാലിച്ചത്? ആ മൗനം പാലിച്ചതിൻ്റെ പിന്നിലെ കാരണം ഇതാണ്. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 25-ാം അധ്യായം 28-ാം വാക്യം പറയുന്നു, ആത്മസംയമനമില്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു. അവൻ എന്തുകൊണ്ട് ഒരു ആത്മസംയമനം പാലിച്ചു? അവൻ ദൈവപുത്രനാണെങ്കിൽ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന വെല്ലുവിളികൾ, നീ നിന്നെ തന്നെ രക്ഷിച്ചു കാണിക്കേ, ഞങ്ങൾ നിന്നെ അനുഗമിക്കാമെന്നാണ് അവർ പറയുന്നത്. അത്രയും വാക്കുകളുടെ മുന്നിൽ യേശു എന്തുകൊണ്ട് ഒരു ആത്മസമർപ്പണം, ആത്മസംയമനം പാലിച്ചെന്ന് ചോദിച്ചാൽ വചനം പറയുന്നു, ആത്മസംയമനം ഇല്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാണ്. നമ്മളെ രക്ഷിക്കുവാനാണ് യേശു ഇറങ്ങി വന്നത്. യേശു ഇറങ്ങി വന്നത് അവനെ രക്ഷിക്കാനല്ല, അവനെ തന്നെ രക്ഷിക്കാനല്ല. യേശു ഇറങ്ങി വന്നത് യേശു ആരെന്ന് വെളിപ്പെടുത്തി ബലവാനെന്ന് കാണിക്കാനല്ല. യേശു ഇറങ്ങി വന്നത് പാപികളായ നശിച്ചു പോകേണ്ടിരുന്ന നമ്മളെ രക്ഷിക്കുക എന്നുള്ള വലിയ രക്ഷാപദ്ധതിയോടുകൂടിയാണ് യേശു ഇറങ്ങി വന്നത്. യേശു എന്തുകൊണ്ട് മൗനം പാലിച്ചെന്ന് ചോദിച്ചാൽ മറുപടി ഇതാണ്. യേശു വന്നത് അവൻ ആരെന്ന് വെളിപ്പെടുത്തി കാണിക്കാനോ അവൻ്റെ ബലം കാണിക്കാനോ അല്ല. യേശു ഇറങ്ങി വന്നത് പാപികളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. ആ പരിഹാസങ്ങൾക്ക് യേശു മറുപടി പറയാത്തതിൻ്റെ കാരണം അവൻ എന്തിനു വേണ്ടി ഇറങ്ങി വന്നു എന്നുള്ള വലിയ ബോധ്യം അവനുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മളെ ചില നിവർത്തീകരണങ്ങളും ഈ ആത്മസംയമനങ്ങൾക്ക് പിന്നിൽ കാണാം. യെശയ്യാ പ്രവചനം 69-ാം അധ്യായം 20-ാം വാക്യം, സങ്കീർത്തനങ്ങൾ 22-8 ഇതെല്ലാം പ്രവചനങ്ങളുടെ നിവർത്തീകരണമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നു, യേശു നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി അവൻ ആ പരിഹാസങ്ങളുടെയും വെല്ലുവിളി നിറഞ്ഞ വാക്കുകളുടെ മുന്നിലും അവൻ മൗനം പാലിച്ചത് അവൻ എന്തിനു വേണ്ടി ഇറങ്ങി വന്നു എന്ന് അവന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ്. ഈ ഗുഡ് ഫ്രൈഡേ ദിവസം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ദൈവമക്കളെ, പ്രിയപ്പെട്ടവരെ, യേശു നമുക്ക് വേണ്ടി ഒരു സാധാരണ ഒരു കാര്യത്തിലൂടെ കടന്നു പോവുകയില്ലായിരുന്നു. യേശു കടന്നു പോകുന്ന ഓരോ വഴിയും ദൈവത്തിൻ്റെ വചനങ്ങളുടെ നിവർത്തീകരണങ്ങളായിരുന്നു. അഥവാ കർത്താവ് ചെയ്ത ഓരോ കാര്യങ്ങളുടെ പിന്നിലും അവൻ ഒരുപാട് കാര്യങ്ങൾ നിവർത്തിച്ചുകൊണ്ട് കടന്നു പോവുകയായിരുന്നു. ആ നിവർത്തിച്ചുകൊണ്ട് കടന്നുപോയതിൻ്റെ പിന്നിലെ ഏറ്റവും പരമപ്രധാനമായ രഹസ്യം എന്താണ്? ആ പരമപ്രധാനമായ രഹസ്യം ഞാനും നിങ്ങളുമാണ്. യേശു കടന്നുപോയ നിവർത്തിച്ച അവൻ്റെ കാൽവറിയിലെ മരണത്തിൻ്റെ പിന്നിലെ ഏറ്റവും പരമപ്രധാനമായ ഹൃദയത്തിലെ രഹസ്യം, എന്തുകൊണ്ട് മൗനം പാലിച്ചു, എന്തുകൊണ്ട് അവൻ ആ വേദന സഹിച്ചു, എന്തുകൊണ്ട് അതുവഴി കടന്നുപോയി, അതിൻ്റെ എല്ലാം പിന്നിൽ അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഒരു രഹസ്യമുണ്ടായിരുന്നു. ആ രഹസ്യം വേറെ ആരുമായിരുന്നില്ല, ഞാനും നിങ്ങളുമായിരുന്നു. ഞാനും നിങ്ങളും രക്ഷിക്കപ്പെടുവാൻ, ഞാനും നിങ്ങളും പാപത്തിൽ നിന്ന് കരകയറാൻ, ഈ ലോകത്തിൻ്റെ പാപമയത്വങ്ങളിൽ നശിച്ചു പോകാതിരിക്കാൻ യേശു നമുക്ക് വേണ്ടി രക്ഷാപദ്ധതി പൂർത്തീകരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു, ഞാൻ എന്നെ തന്നെ ത്യജിച്ച് എനിക്ക് വേണ്ടി പരമയാഗമായി തീർന്ന യേശു അവനെ തന്നെ ത്യജിക്കുകയായിരുന്നു. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്തി താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്ന് പറയുമ്പോൾ അവൻ പലതും ത്യജിച്ചുകൊണ്ട് ഇറങ്ങി വരികയായിരുന്നു. എന്തിനു വേണ്ടി ത്യജിച്ചെന്ന് ചോദിച്ചാൽ, പിതാവാൻ ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കുവാൻ അവനെ തന്നെ ത്യജിച്ച് നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഈ മക്കളെ,
നിങ്ങൾ ഈ ഗുഡ് ഫ്രൈഡേ, ഈ ദിവസങ്ങൾ, ഈസ്റ്റർ ദിവസങ്ങളെല്ലാം ആഘോഷിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം, അതിലൂടെ കടന്നു പോകുന്ന ഏതൊരു വ്യക്തിയും തിരിച്ചറിയണം, ഞാൻ എന്തുകൊണ്ട് ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നു ചോദിച്ചാൽ, എനിക്ക് വേണ്ടി എന്നെ ഓർത്ത് കാൽവറിയിൽ പരമയാഗമായി തീർന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് വേണ്ടി കാൽവറിയിൽ അവൻ യാഗമായി തീർന്നത്, അവൻ ക്രൂശ് മരണം വഹിച്ചത്, പരിഹാസമേറ്റത്, നിന്നയേറ്റത്, തന്നെ തന്നെ മൗനം പാലിച്ചത് എന്തിനു വേണ്ടി ചോദിച്ചാൽ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. ഞാനും പിതാവും ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആ ബന്ധം നഷ്ടപ്പെട്ടു പോയ കണ്ണികളെ തിരികെ കൊണ്ടുവരാനാണ് യേശു എനിക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചത്. ആ തിരിച്ചറിവ് ഉണ്ടായി, യേശുവേ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി നീ മരിച്ചല്ലോ, യേശുവേ എൻ്റെ ശാപത്തെ നീ ഏറ്റെടുത്തല്ലോ, എന്നെ രക്ഷിക്കണമേ, എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾ ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നതിൻ്റെ അർത്ഥം പൂർത്തിയാക്കപ്പെടുന്നത്. ഇന്ന് രാവിലെ നമ്മൾ ഒരു ഭാരമേറിയ ഒരു ക്രൂശ് ചുമന്നുകൊണ്ട് പോയത് കൊണ്ടായില്ല. ഈ ദിവസങ്ങളിൽ കയ്പുള്ള ആഹാരം കഴിച്ചതുകൊണ്ടോ അങ്ങനെയുള്ള ആചാരങ്ങൾ നിവർത്തിച്ചത് കൊണ്ടോ ഒന്നും ആകുന്നില്ല. ദൈവത്തിൻ്റെ വചനം അതൊന്നും നമ്മോട് ആവശ്യപ്പെടുന്നതുമില്ല. പക്ഷേ ഈ ഗുഡ് ഫ്രൈഡേ ദിവസങ്ങളിൽ, ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന ഏതൊരു വ്യക്തിയും, ലോകത്തിലെ ഏതൊരു മനുഷ്യനും തിരിച്ചറിയണം, യേശു വന്നത് ചില ആചാരങ്ങളുടെ നിവർത്തീകരണത്തിനല്ല, യേശു വന്നത് പാപികളായ എന്നെയും നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ കേൾക്കുന്ന ഈ വചനത്തിൻ്റെ മുൻപാകെ എനിക്ക് നിങ്ങളോട് അപേക്ഷിച്ച് പറയാനുള്ള ഒരേ ഒരു കാര്യം, ക്രൂശിലെ മരണം ചില യാഥാർത്ഥ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ക്രൂശിലെ മരണം ചില ബന്ധങ്ങളുടെ മടങ്ങിവരവിന് വേണ്ടിയായിരുന്നു. ക്രൂശിലെ മരണം ഒരു മതം സൃഷ്ടിക്കാനായിരുന്നില്ല. ക്രൂശിലെ മരണം ഓരോ പാപികളെയും ഓരോ വ്യക്തികളെയും രക്ഷിച്ച് ദൈവരാജ്യത്തിൻ്റെ അവകാശികളാക്കുക, നല്ല സ്വഭാവത്തിന് ഉടമസ്ഥരാക്കാൻ വേണ്ടിയായിരുന്നു ക്രൂശിലെ മരണം. അങ്ങനെയെങ്കിൽ ജീവിതത്തിലെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ്, ജീവിതത്തിലെ തെറ്റായ സ്വഭാവങ്ങൾ ഏറ്റുപറഞ്ഞ്, കർത്താവേ എനിക്ക് വേണ്ടി നീ കാൽവറിയിൽ മരിച്ചല്ലോ, എനിക്ക് വേണ്ടിയാണല്ലോ ആ ശിക്ഷാ നടപടികൾ നീ ഏറ്റെടുത്തത്, എന്നെ രക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നെങ്കിൽ കർത്താവേ എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ, എനിക്ക് അവിടുത്തെ മകനായിരിക്കാൻ മകളായിരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പ്രാർത്ഥിക്കുന്ന അതേ സെക്കൻഡിൽ നിങ്ങളൊരു വീട്ടിലോ നിങ്ങൾ എവിടെ ഇരുന്നോ ആയിക്കൊള്ളട്ടെ, പക്ഷെ നിങ്ങളുടെ ഹൃദയം തുറന്ന് യേശുവിനോട് പ്രാർത്ഥിക്കുന്ന നിമിഷം നിങ്ങളുടെ ഉള്ളിൽ ഒരു പാപത്തിൻ്റെ ക്ഷമ നടക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ യേശു കടന്നു വരികയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് ദൈവത്തിൻ്റെ കരുണ ലഭിക്കും. ഈ ഗുഡ് ഫ്രൈഡേ ദിവസത്തിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാൻ തയ്യാറുണ്ടോ എങ്കിൽ ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്കും വേണ്ടിയാണ് യേശു കാൽവറിയിൽ പരമയാഗമായി തീർന്നത്. നിരാവിലെ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് അവനെ അനുഗമിക്കുന്നവന് മാത്രമേ അവൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയുള്ളൂ. രാവിലെ നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ച്, നമ്മുടെ സ്വാർത്ഥതകളെയും നമ്മുടെ താല്പര്യങ്ങളെയും നമ്മുടേതായിട്ടുള്ള എല്ലാ ചിന്തകളെയും മാറ്റിവെച്ച്, കർത്താവേ എനിക്ക് വേണ്ടി പരമയാഗമായി തീർന്ന യേശുവേ, അവിടുത്തെ ശിഷ്യനായിരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ ദൈവവചനം എന്ന കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ നീ ആവശ്യപ്പെടുന്ന ഏത് കാര്യങ്ങളും സമർപ്പിച്ചു തരാൻ, കർത്താവേ ആ ശീമോനെ പോലെ എന്നെ തന്നെ ത്യജിച്ച്, എൻ്റെ ഇഷ്ടങ്ങളെ, എൻ്റെ താല്പര്യങ്ങളെ, എൻ്റെ തീരുമാനങ്ങളെയും ത്യജിച്ച് യേശുവിൻ്റെ ഇഷ്ടം അനുസരിക്കുന്ന ഒരു നല്ലൊരു ദൈവവൈതലായി അവിടുത്തെ ശിഷ്യയായി ഇരുപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് നിങ്ങൾ സമർപ്പിക്കുന്നുവെങ്കിൽ ഈ ദിവസം നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ഈ വചനത്തിൻ്റെ കേൾവി നിങ്ങളെ ഒരു ദൈവകൃപയിലേക്ക് നയിക്കട്ടെ. നിങ്ങൾ ഇതുവരെയും രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തിയാണെങ്കിൽ, യേശുവിനെ അറിയാത്ത വ്യക്തിയാണെങ്കിൽ, യേശുവിൻ്റെ ക്രൂശ് മരണം എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങൾക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ, ഈ വചനം എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ എവിടെയൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ ചില വെളിച്ചങ്ങൾ, പ്രകാശങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടായെങ്കിൽ നിങ്ങൾ ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കൂ, ദൈവമേ എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, അവിടുത്തെ ഒരു ദൈവവൈതലായി ജീവിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കൂ. ആ നിമിഷം നിങ്ങളുടെ അകത്ത് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കും. യേശുവിൻ്റെ മകനായിരിക്കാൻ നിങ്ങൾക്ക് കഴിയും. രണ്ടാമതൊരു ചിന്ത ഞാൻ നിങ്ങളോട് പറയുന്നത്, യേശുവിൻ്റെ ശിഷ്യരായിരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? നിരാവിലെ നമ്മുടെ ഇഷ്ടങ്ങളെ ത്യജിക്കണം, നമ്മുടെ താല്പര്യങ്ങളെ ത്യജിച്ച് കർത്താവ് ആവശ്യപ്പെടുന്ന ഏത് കാര്യങ്ങളെയും അവൻ്റെ വചനത്തിൻ്റെ മുൻപാകെ സമർപ്പിച്ച്, കർത്താവ് എനിക്ക് അവിടുത്തെ ശിഷ്യയായിരിക്കാൻ ആഗ്രഹമുണ്ട്, എന്നാൽ എവിടെയൊക്കെയോ ഞാൻ എൻ്റേതായിട്ടുള്ള തീരുമാനങ്ങൾ, എൻ്റെ പിടിവാശികൾ, എൻ്റേതായിട്ടുള്ള ജീവിത രീതികൾ, എൻ്റേതായിട്ടുള്ള ആ സ്റ്റൈലിലൂടെ ഞാൻ കടന്നുപോയി,
എന്നാൽ ഈ വചനത്തിൻ്റെ മുൻപാകെ ഞാൻ അതിനെല്ലാം ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നു. എനിക്ക് അവിടുത്തെ മകനായിരിക്കാൻ മകളായിരിക്കാൻ ആഗ്രഹമുണ്ട്, എന്നെ കൈക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ രാവിലെ നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ എവിടെയൊക്കെയോ ഇരുന്നാണ് ഈ വചനം കേൾക്കുന്നത്. പക്ഷേ നമ്മുടെ ദൈവം ദൂരസ്ഥനായ ദൈവമല്ല, നമ്മുടെ ദൈവം സമീപസ്ഥനായ ദൈവമാണ്. വചനം പറയുന്നത് 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാനുണ്ട്. വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവ സമീപസ്ഥനായ ദൈവമാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കൂ. അവൻ നിങ്ങൾക്ക് സമീപസ്ഥനായി നിങ്ങളുടെ അടുക്കലുണ്ട്. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല പിതാവേ, ഈ നല്ല ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ലോകമെമ്പാടും ഒരു ഗുഡ് ഫ്രൈഡേ കർത്താവേ ആ ദിവസത്തിൻ്റെ ആ കാര്യപരിപാടികളിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾ അതിലൂടെ കടന്നു പോകുന്നത് കൊണ്ടല്ല, എന്തിനു വേണ്ടിയാണ് അങ്ങ് കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചതെന്നും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതെന്നും കർത്താവ് എന്തിൻ്റെ നിവർത്തീകരണങ്ങളായിരുന്നു എന്നുള്ള തിരിച്ചറിവാണ് കർത്താവ് ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടതെന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് ഞങ്ങൾ വരുന്നു. കർത്താവെ, ആരെങ്കിലും ഈ വചനം കേട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ അവരുടെ ഹൃദയത്തോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ. ഒരു നല്ല ദൈവ പൈതലാകാനുള്ളൊരു ദൈവകൃപ അവർക്ക് നൽകണമേ. അവരുടെ പാപങ്ങളെ അവരോട് ക്ഷമിക്കണമേ. അവരുടെ കുറവുകളെ അവരോട് ക്ഷമിക്കണമേ. അവരുടെ ദൈവമേ, അവർ ചെയ്ത ലംഘനങ്ങളെ അവരോട് ക്ഷമിക്കണമേ. കർത്താവെ, ക്രൂശിലെ രക്തത്താൽ അവരുടെ ജീവിതത്തെ പാപക്കറകളെ കഴുകി രക്ഷിക്കണമേ എന്നടിയും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി ചെല്ലുകയാൽ സ്തോത്രം. ഇന്നു മുതൽ ഒരു പുതിയ ജീവിതം ചിലർക്കുണ്ടാകുവാനടിയും പ്രാർത്ഥിക്കുന്നു. എന്നാൽ കർത്താവെ, വചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ അറിഞ്ഞിട്ടും അതിൻ്റെ സത്യങ്ങളെ തിരിച്ചറിഞ്ഞ് സമർപ്പിക്കാൻ കഴിയാത്ത ആരെങ്കിലും ഇന്ന് രാവിലെ കർത്താവെ അടിയനെ കേൾക്കുന്നുവെങ്കിൽ കർത്താവെ, ഞങ്ങളെ തന്നെ ത്യജിച്ച് കർത്താവെ അവിടുത്തെ ക്രൂശ് എടുക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ തീരുമാനങ്ങളും ഇഷ്ടങ്ങളും താല്പര്യങ്ങളുമല്ല, ദൈവ ഇഷ്ടത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കപ്പെടുന്നു. കർത്താവെ, ഞങ്ങളുടെ ക്രൂശ് എടുത്തുകൊണ്ട് അങ്ങേ അനുഗമിക്കാത്ത ആർക്കും അങ്ങയുടെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ലല്ലോ. ദൈവം ഞങ്ങൾക്ക് തന്ന സാഹചര്യങ്ങളുടെ നടുവിൽ ഞങ്ങൾ അങ്ങേ വിശ്വസ്തയോടെ സേവിക്കുമെന്ന് ഇന്ന് രാവിലെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവ്, വചനം കേട്ട് എല്ലാവരും അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ഞങ്ങളുടെ നല്ല പിതാവേ, കേൾക്കണമേ. ഇന്ന് രാവിലെ കേൾക്കപ്പെട്ട വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. തിരുവനന്തപുരത്തെ അസംബ്ലീസ് ഓഫ് ഗോഡ് ആനേറ സഭയുടെ നേതൃത്വത്തിലാണ് ഈ വചന പഠന ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുക്കമാണ്. തിരുവനന്തപുരത്തെ കിംസ് ഹോസ്പിറ്റലിന് ഏറ്റവും അടുത്താണ് ഈ സഭ സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വചനം കേൾക്കുമ്പോൾ അതിൻ്റെ താഴെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യാൻ അവസരമുണ്ട്. ഞങ്ങൾക്ക് ഫോണിൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ 9995891392. ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ ഈ ദിവസങ്ങളൊരു ആരാധന ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുടെ ആരാധനയുടെ അവസരങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാകുമ്പോൾ അതിനും നിങ്ങൾക്ക് അവസരമുണ്ട്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.